പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നോ? കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇടാൻ സാധിച്ചില്ല. ഒത്തിരി യാത്രകൾ ഈ ദിവസങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ വന്ന് കുറച്ച് ദിവസമേ ഉള്ളല്ലോ. അപ്പം രോഗികളായി കിടക്കുന്ന ഒത്തിരി പേരെ വിസിറ്റ് ചെയ്യുവാനും ഒക്കെയുണ്ട്. ഇന്നലെ ഒരുപാട് ലേറ്റായാണ് വന്നത്. അത് കാരണം മെസ്സേജ് ഇടാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണേ. മെസ്സേജ് കിട്ടാതെ വരുമ്പം എന്നെ അന്വേഷിക്കുകയും വിളിക്കുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തതുപോലെ ഇവിടെ എറണാകുളത്തിനടുത്തുള്ള റോസഫ് ഷാരൻ യൂട്യൂബ് കുടുംബാംഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാം ഒത്തിരി പേര് പ്രതികരിച്ചു. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത സാറ്റർഡേ, അതായത് 16-ാം തീയതി 16th സാറ്റർഡേ രാവിലെ 11 to 1 നമുക്കൊരുമിച്ചൊന്ന് കൂടിയാലോ? ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സൗകര്യമാണോ ആ ദിവസം? അടുത്ത സാറ്റർഡേ 16th സാറ്റർഡേ 11 AM to 1 PM. ആ 2 മണിക്കൂർ നമുക്ക് ഒരുമിച്ച് കൂടാം. അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിയുന്നതും എല്ലാവരും വാ കേട്ടോ. വരുന്നവരെന്നെ നേരത്തെ അറിയിക്കണേ. മെസ്സേജിന് കമൻറ്റ് ഇടണം. അതുപോലെ ഞാൻ ഫ്ലയർ ഇടാം. നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഒരു പോസ്റ്റർ ഇടാം. പോസ്റ്റർ ഇടുമ്പം നിങ്ങൾ വരുന്നവരെ റെസ്പോണ്ട് ചെയ്യണേ. അതനുസരിച്ച് എനിക്കിവിടെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സദൃശ്യവാക്യം 23-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. നമുക്കെല്ലാം അതല്ലേ വേണ്ടുന്നത്? നമുക്കൊരു പ്രതിഫലം വേണം ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, അല്ലേ? നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ പാടില്ല. ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ അതൊക്കെ വെച്ച് കാത്തിരിക്കുകയല്ലേ. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് നിശ്ചയമായും പ്രതിഫലമുണ്ട്. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ പ്രത്യാശ അത് ഭംഗപ്പെടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ഭക്തിയോടെ ദൈവസാന്നിധ്യത്തിലായിരിക്കുക. മറുപടി വൈകുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് ഉടനെ നിങ്ങളോട് സംസാരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നൊക്കെ കേൾക്കുമ്പം മനസ്സും അടുത്ത് പോകല്ലേ കേട്ടോ. എന്നെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായി ഇയ്യോബിൻ്റെ ചരിത്രം. ഇയ്യോബിന് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ എന്നിട്ടും ആ മനുഷ്യൻ പറയുന്നത് കേട്ടോ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്തൊരു മനസ്സല്ലേ! ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉള്ള നന്മകളും ഒക്കെ നഷ്ടപ്പെടുമ്പോഴും ആ മനുഷ്യൻ പറയുക, ഈ നന്മയെല്ലാം തന്നത് എൻ്റെ ദൈവമാ, ദൈവം തിരിച്ചെടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതൊരു കാര്യം. കാരാഗൃഹത്തിൽ കിടന്ന അപ്പസ്തോലന്മാർ എന്താ ചെയ്തത്? അവരും അവിടെ പരിഭവപ്പെടുവോ, പരാതി പറയുകയൊന്നും ചെയ്യാതെ ദൈവത്തെ പാടി സ്തുതിക്കുക, അല്ലേ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ വാസ്തവമായും നമ്മളിൽ ദൈവ സാന്നിധ്യം വേണം. കർത്താവുമായി ഒരു ബന്ധമുണ്ടെങ്കിലേ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുവാൻ സാധിക്കത്തുള്ളൂ, അല്ലേ? ഞാൻ എൻ്റെ പ്രിയരോടൊക്കെ പറയട്ടെ, സാഹചര്യങ്ങളൊക്കെ മാറി മാറിയും പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മാറ്റമില്ലാത്തത് കർത്താവിൻ്റെ സാന്നിധ്യത്തിന്. നിങ്ങൾ എപ്പോഴും അതിനുവേണ്ടി ആഗ്രഹിക്കുക, ആ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കുക. നിശ്ചയമായിട്ടും ഒരു പ്രതിഫലമുണ്ടാകും. നിങ്ങളുടെ പ്രത്യാശയ്ക്ക്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവിക്ക് ഭംഗം വരത്തില്ല. കർത്താവ് നിങ്ങളെ മാനിക്കും നിശ്ചയമായിട്ടും. അതുകൊണ്ട് ഇന്ന് വീണ്ടും ഞാൻ എൻ്റെ കുടുംബ അംഗങ്ങളെ എൻകറേജ് ചെയ്യുക, എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, എപ്പോഴും കർത്താവിനെ സ്നേഹിക്കുക. ഉയർച്ചയിലും താഴ്ചയിലും, പ്രതികൂലത്തിലും അനുകൂല സാഹചര്യങ്ങളിലും, രോഗത്തിലും ആരോഗ്യത്തിലും എല്ലായ്പ്പോഴും കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനോടുള്ള ഭക്തി മുറുകെ പിടിക്കുക, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക, കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുക. ഒരു പ്രതിഫലമുണ്ട്, പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല, ഉറപ്പായിട്ടും. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിന് സ്തോത്രം. അപ്പ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ആശ്രയിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല.
അങ്ങ് ഞങ്ങളെ അറിയുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്കായി കരുതുന്നതിനായി സ്തോത്രം. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. ഹല്ലേലൂയ. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും വിവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ അപ്പാ. ചിലർ സുഖം അനുഭവിക്കുന്നെങ്കിൽ മറ്റു ചിലർ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നല്ലോ. ചിലർ സമ്പന്നതയിലാണെങ്കിൽ മറ്റു ചിലർ കൊടും ദാരിദ്ര്യത്തിലായിരിക്കുന്നല്ലോ. അപ്പാ, ഏത് സാഹചര്യത്തിലും വിട്ടുപിരിയാത്ത സാന്നിധ്യമാണ് അങ്ങയുടേത്. അത് ഞങ്ങൾ അറിയുന്നു. എല്ലാ സാഹചര്യത്തിലും അങ്ങയോടുള്ള ഭക്തി മുറുകെ പിടിക്കുവാൻ ഞങ്ങൾ റോസഫ് ഷാരൻ കുടുംബാംഗങ്ങളെ മുഴുവനും സഹായിക്കണമേ അപ്പാ. ഞങ്ങളെ താഴ്ത്തുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, അല്പസമയം സ്പെൻഡ് ചെയ്യുവാൻ, അങ്ങേ പ്രേസ് ചെയ്യുവാനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പൂർണ്ണ ഇഷ്ടവും ഹിതവുമാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ച് തരണമേ. കർത്താവിൻ്റെ ഇഷ്ടത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഇന്ന് ഞാൻ ഒരു ആളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ ചേർച്ചിൽ വരുന്ന ഒരു ബ്രദറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് ഒരു ബൈബിൾ ക്വിസ് പ്രോഗ്രാം ഇതിനകത്ത് ആരംഭിച്ചാലോ? അതായത് നമുക്ക് ഒരുമിച്ച് വചനം വായിച്ച് പഠിച്ച് വളരാൻ ഒരവസരം. ഈ വർഷം നമ്മൾ ബൈബിൾ വായിച്ച് തീർക്കും എന്നുള്ള തീരുമാനം നമ്മൾ ഒട്ടുമിക്ക പേരും എടുത്തായിരുന്നു, അല്ലേ? ഒത്തിരി പേര് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. നിങ്ങൾ എന്നോട് അത് പറയാറുണ്ട്. പക്ഷേ ഇതങ്ങനല്ല. നമുക്ക് ബൈബിളിലെ ഒരു പോർഷൻ, അതായത് ഒരാഴ്ച ഒരു ഇത്ര ചാപ്റ്റേഴ്സ് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ, അല്ലെങ്കിൽ ബുക്ക് വൈസ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് പഠിക്കാം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റും എല്ലാം ഒരുമിച്ച് ഓരോ ബുക്ക് വൈസ് നമുക്ക് പഠിച്ച് ഇത്ര ചാപ്റ്റേഴ്സ് ഒരാഴ്ച നമുക്ക് വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് അത് പഠിക്കാം. എന്നിട്ട് ഡെയിലി ഈ പോർഷനിൽ നിന്ന് ഒരു ബൈബിൾ ക്വിസ് നമുക്ക് ഇടാം. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ക്വസ്റ്റ്യൻ ഇടാം. നമുക്കങ്ങനെ ചെയ്താലോ? നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാ? നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടോ? കമൻറ്റ് ചെയ്യണേ കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ തന്നെ. അതുപോലെ ദൂരത്തായിരിക്കുന്ന യൂട്യൂബ് കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ ലൈവ് ഇടാം കേട്ടോ. ലൈവ് ചെയ്യാം. അതുപോലെ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഒരുമിച്ച് കൂടാൻ ശ്രമിക്കാം. അതിനെല്ലാം ഹോളി സ്പിരിറ്റ് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മളുടെ എല്ലാ ഗെറ്റ് ടുഗെദറും എല്ലാ ഫെലോഷിപ്പും ലക്ഷ്യം ഒന്നായിരിക്കും, കർത്താവിനെ ഒത്തിരി സ്നേഹിക്കാൻ, യേശുവിനോടുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ, പരസ്പരം പ്രാർത്ഥിക്കുവാനും കൈത്താങ്ങുവാനും. അതിനായിട്ട് ഹോളി സ്പിരിറ്റ് നിശ്ചയമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ, അല്ലേ? കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ലവ് യു.